അക്യുപങ്ക്ചർ ഒരു സ്ത്രീയുടെയും കുഞ്ഞിന്റെയും കൂടെ ജീവനെടുത്തു. അതും അവരുടെ 37ാമത്തെ വയസ്സിൽ 7ാമത്തെ പ്രസവത്തിൽ. ആ സ്ത്രീയുടെ ഒരു ജന്മം. ശരിക്കും മരണം അവർക്ക് ഒരു അനുഗ്രഹമായിരുന്നോ എന്ന് പോലും തോന്നിപ്പോയി. ഇതിനോടൊക്കെ റിയാക്ട് ചെയ്തും മടുത്തു. ഈ അക്യുപങ്ക്ചർ എന്നത് മതപരമായിട്ടുള്ള എന്തോ ഒരു വലിയ ചികിത്സാ രീതിയാണെന്നാണ് പലരുടെയും വിശ്വാസം. എന്നാൽ ഇത് വെറും ഒരു ചൈനീസ് ട്രഡീഷണൽ പ്രാക്ടീസ് മാത്രമാണെന്നും അതിൽ പ്രസവ ചികിത്സ എന്നൊന്നും ഇല്ലെന്നും എത്ര തവണ ആവർത്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഹോസ്പിറ്റലിൽ പോരുത്, കുത്തിവയ്പ്പ് എടുക്കരുത്, മരുന്നെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് മാത്രം ഒരു മാഫിയ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും പ്രസവം കഴിഞ്ഞ് അണുബാധ കയറി 3 ദിവസം കഴിഞ്ഞ് കുഞ്ഞു മരിക്കുന്നു. ആ സ്ത്രീയുടെ പ്രൈവറ്റ് ഏരിയ ഒക്കെ ആകെ കീറിപ്പോയി, മുറിവുകൾ പഴുത്തളിഞ്ഞ് പുഴുവരിക്കുകയായിരുന്നു എന്നൊക്കെ വാർത്തയിൽ കേട്ടപ്പോൾ നമ്മൾ നമ്പർ 1 കേരളാണെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഹോസ്പിറ്റലുകളിലും മരണമില്ല എന്നുള്ള പതിവ് പല ഇപ്പൊ വരുമായിരിക്കും. പക്ഷെ ജനനേന്ദ്രിയൊക്കെ പഴുത്തളിഞ്ഞിട്ടുള്ള മരണം അതൊക്കെ പ്രാകൃതമാണ്. പണ്ട് യുദ്ധത്തിൽ മുറിവേറ്റിരുന്ന സൈനികരൊക്കെ ഇങ്ങനെ നരകിച്ചു മരിച്ചിരുന്ന ഒരു കാലത്ത് മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിച്ച കണ്ടുപിടുത്തങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ആന്റിബയോട്ടിക്കുകളൊക്കെ. എന്നിട്ടാണ് അതൊന്നും എടുക്കാൻ അനുവദിക്കാതെ മരണത്തിലേക്കുള്ള ഈ തിരിഞ്ഞു നടക്കൽ. എന്തായാലും ഇത്തരം കമന്റ് ഇടുന്ന ഹോസ്പിറ്റൽ വിരോധികൾ ഇതുകൂടി അറിയണം. പ്രസവം കഴിഞ്ഞിട്ടുള്ള രക്തസ്രാവം തടയൽ മാത്രമല്ല, യഥാസമയത്തുള്ള തുന്നലുകൾ, ആന്റിബയോട്ടിക് ടാബ്ലറ്റ് പോലുള്ള മെഷർമെന്റ്സ് പോലും ഒരു സ്ത്രീയെ വിദൂരത്തിലുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കൽ തന്നെയാണെന്ന്. വിവേചന ബുദ്ധി ഇല്ലാത്ത പാവങ്ങൾ ഈ വീട്ടുപ്രസവക്കാരുടെ വലയിൽ വീഴുമായിരിക്കും. അവരെ നമുക്ക് തടുക്കാനാവില്ലായിരിക്കും. പക്ഷെ ഈ അതിബുദ്ധിമാന്മാരായ ഫേക്ക് അക്യുപങ്ക്ചർ വക്താക്കൾക്കെതിരെ എന്തായിരിക്കും ഒരു നിയമ നടപടി പോലും ഉണ്ടാവാത്തത്? വീട്ടുപ്രസവങ്ങളിലും മരണങ്ങൾ നടന്നിട്ടും ഇതിന് ചുക്കാൻ പിടിക്കുന്നവർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് DHSൽ സമർപ്പിച്ചിട്ടും ഒന്നും ഇവർക്കെതിരെ യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. എന്തിന് ഈ വ്യാജ അക്യുപങ്ക്ചറുകാരുടെ കോൺവെക്കേഷൻ സെറമണിയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലും ജനനേതാക്കളാണ്. എന്താല്ലേ, ഇതിനൊക്കെ എന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ചെയ്യും. എനിക്കൊന്നേ അറിയൂ, ഈ റിയാക്ട് ചെയ്യുന്ന നമ്മളൊക്കെ വെറും വിഡ്ഢികൾ മാത്രമാണ്.